Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കസ്റ്റം റിക്കവറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ ഫോണിൽ TWRP അങ്ങനെ ഏതെങ്കിലും കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പലപ്പോഴും നമുക്കൊരു പ്രോബ്ലം സംഭവിക്കാറുണ്ട്. ചില ഫോണുകൾക്ക് പ്രോബ്ലം സംഭവിക്കാറുണ്ട്. അതായത് ഇന്റർണൽ മെമ്മറി സ്റ്റോറേജ് അതല്ലെങ്കിൽ ഫോൺ സ്റ്റോറേജ് നമുക്ക് കാണിക്കത്തില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോണിൽ കസ്റ്റം റിക്കവറി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കാണുക. കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്, റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ഫോൺ കസ്റ്റം റിക്കവറി മോഡിലേക്ക് എടുക്കുകയാണ്. ഇത് എൻ്റെ സാംസങ് ഫോണാണ്. സാംസങ് ഫോൺ കസ്റ്റം റിക്കവറി എടുക്കുന്നതിനായിട്ട് വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണുമാണ് ഉപയോഗിക്കുന്നത്. ഹോം ബട്ടണുള്ള ഫോണാണെങ്കിൽ ഹോം ബട്ടൺ കൂടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ കസ്റ്റം റിക്കവറി മോഡിലേക്ക് വരികയാണ്. ഇതാണ് ടീം ഇന്നിൻ്റെ കസ്റ്റം റിക്കവറി, അതായത് TWRP കസ്റ്റം റിക്കവറി മോഡാണിത്. അപ്പോൾ ഞാനിത് കസ്റ്റം റിക്കവറി മോഡ് ഓണാക്കുകയാണ്. കസ്റ്റം റിക്കവറി മോഡ് ഓണാക്കിയ ശേഷം പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്ലാഷ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ടാണ് ഫ്ലാഷ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഇന്റർണൽ മെമ്മറി സ്റ്റോറേജിൽ അല്ലെങ്കിൽ SD കാർഡിലേക്ക് എന്തെങ്കിലുമൊക്കെ ഫയലുകൾ നമ്മൾ വച്ചിട്ടാണ് അതുവഴി ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴിയാണ് നമ്മൾ ഫ്ലാഷ് ചെയ്യേണ്ടത്. ഇപ്പോൾ റൂട്ട് ചെയ്യാനാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ അതിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് സ്റ്റോറേജ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 0 MB. അതായത് നമ്മുടെ സ്റ്റോറേജിൽ ഒന്നും തന്നെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റോറേജിൽ ഒന്നും തന്നെ കാണിക്കുന്നില്ല. 0 MB എന്നായിരിക്കും കാണിക്കുന്നത്. മൈക്രോ SD കാർഡ് 0 MB. അപ്പോൾ ഇന്റർണൽ മെമ്മറി സ്റ്റോറേജ് 0 MB കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും തന്നെ ഒരു ഫയലും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂസ് നിങ്ങളുടെ ഫോണിൽ വരികയാണെങ്കിൽ, നിങ്ങൾ കസ്റ്റമർ റിക്കവറി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ വേറൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിൽ പോവുക. ബാക്കിൽ പോയതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിവിടെ വൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അതിനുശേഷം ഇവിടെ ഫോർമാറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഫോർമാറ്റ് ഡേറ്റ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അവിടെ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോൺ ഫോർമാറ്റ് ആവും. അതിനുശേഷം നിങ്ങൾ ബാക്കിൽ പോവുക. ബാക്കിൽ പോയതിനു ശേഷം നിങ്ങൾ ഒന്നുകൂടി ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റോറേജ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റോറേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്റർണൽ സ്റ്റോറേജ് ഇവിടെ ഷോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലും കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾ ഇതുവഴി നിങ്ങളുടെ സ്റ്റോറേജ് തിരികെ കൊണ്ടുവരുവാൻ, ഇന്റർണൽ മെമ്മറി സ്റ്റോറേജ് തിരികെ കൊണ്ടുവരാൻ ഷോ ചെയ്യാൻ ഇത് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള ഫയലുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫയലുകളെല്ലാം തന്നെ ബാക്കപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കസ്റ്റം റിക്കവറി ചെയ്യാവൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് കസ്റ്റം റിക്കവറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മുടെ ഫോണൊന്ന് ഫോർമാറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേപോലെ ഫോർമാറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ ഫയലുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് എപ്പോൾ നിങ്ങൾ കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക, ഏതൊരു ഫോണിൽ കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പും നിങ്ങളുടെ ഫയലുകളെല്ലാം തന്നെ ബാക്കപ്പ് ചെയ്ത് വേറെ ഏതെങ്കിലും സ്റ്റോറേജിൽ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാവൂ.